നമ്മളെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ നാട്ടുകാരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അങ്കമാലിലാട്ടോ. ഇവിടുത്തെ നാട്ടുകാരെയും ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഈ ഹൈവേ വഴി യാത്ര ചെയ്യുന്ന എല്ലാവരും വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ അങ്കമാലിലൊരു ചേട്ടൻ ഇവിടെ ഒരു സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ഥാപനം എന്താണെന്നല്ലേ, നമുക്ക് 24 മണിക്കൂറും അവൈലബിൾ ആണ്. ഇവിടെ ആൾക്കാരും ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സാധനം എടുക്കുക, പൈസ ഗൂഗിൾ പേ പോവുക. നമ്മൾ ഇതുപോലത്തെ ഷോപ്പൊക്കെ ഉണ്ടല്ലോ, ഗൾഫിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടായിരിക്കുള്ളൂ നമ്മുടെ നാട്ടിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഷോപ്പിൻ്റെ അകത്ത് കയറിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. നമസ്കാരം, ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് കെ എ പൗലൂസ്. വീട് എവിടെയാണ്? വീട് ഇവിടെ തന്നെയാണ്, നസ്രത്ത് റോഡ്. ഇവിടുന്നൊരു 500 മീറ്റർ. നമ്മളിപ്പോൾ ഈ സ്ഥാപനത്തിൽ ഒരാൾ വന്ന് രാത്രി അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇനി പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇനി പേയ്മെൻറ്റ് ചെയ്തില്ല, അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വന്നാൽ അങ്ങനെ എന്തെങ്കിലും വിഷയമൊക്കെ വരാറുണ്ടോ? ഞാൻ എല്ലാ ദിവസവും സ്റ്റോക്ക് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. സ്റ്റോക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും 2-3 പാക്കറ്റിൻ്റെയൊക്കെ ഡിഫറൻസ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് ഇവിടെ വന്ന് രാവിലെ തന്നെ വന്നിട്ട് ഒരു 60 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് പോയി. പാലൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ പാലെടുക്കാതെ ഗൂഗിൾ പേ എന്ന് പറഞ്ഞ്, ചേട്ടാ ഞാൻ ഇന്നലെ ഗൂഗിൾ പേ ചെയ്തപ്പോൾ ക്യാഷ് പോയെന്ന് വിചാരിച്ച്, പക്ഷേ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ പൈസ പോയിട്ടില്ല. പാല് ഞാൻ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അത് തന്നെ രാവിലെ വന്ന് ഗൂഗിൾ പേ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വിശ്വാസമാണല്ല. ഒരു പേര് ഇവിടെ നിന്ന് പാലെടുത്തിട്ട് പോയി. ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ എന്തിനാന്ന് ഇവിടെ ആളുണ്ടെന്നോ ഉണ്ടോ ഇല്ലെന്നോ അവർ അന്വേഷിക്കണ പോലുമില്ല. അവർ പാലെടുക്കുന്നു, ഗൂഗിൾ പേ ചെയ്യുന്നു, അല്ലെങ്കിൽ ക്യാഷ് ബോക്സിൽ ഇടുന്നു, അവർ പോകുന്നു. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ 2 മാസമായി തുടങ്ങി. 2 മാസം കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ആയി കഴിഞ്ഞു. ചേട്ടൻ്റെ ഫാം എവിടെയാണ്? ഇപ്പോൾ ഫാമിൽ നിന്നാണോ ഇതെല്ലാം? എത്ര പശുക്കളുണ്ട്? ഫുൾ ഡീറ്റെയിൽ എന്ന് പറയാമോ? ഫാം നടക്കുന്നത് മൂക്കന്നൂരടുത്ത് ദേവഗിരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടക്കുന്നത്. ഏകദേശം 80 പശുക്കളുണ്ട് അവിടെ. ഏകദേശം ഡെയിലി 1000 ലിറ്റർ പാലും കിട്ടുന്നുണ്ട്. ആ പാലാണ് അതിൻ്റെ ഒരു 200 ലിറ്റർ പാല് ഞങ്ങൾക്കിപ്പോൾ ഡെയിലി ഇവിടെ സെയിൽ നടക്കുന്നുണ്ട്. ബാക്കി പാലുകൾ അവിടെ തന്നെ ലോക്കലായിട്ട് വീടുകളിലും കടകളിലും കൊടുക്കുന്നു. കുറച്ച് പാല് ഞങ്ങൾ സൊസൈറ്റിയിലും കൊടുക്കുന്നു. പാലവിടെ നിന്ന് കറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ BMC എന്ന് പറഞ്ഞൊരു ബൾക്ക് മിൽക്ക് കൂളർ എന്ന് പറയുന്നത്. ഓക്കെ. അതിനകത്ത് പാല് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 4 ഡിഗ്രിയിൽ ഞങ്ങൾ തണുപ്പിക്കും. 4 ഡിഗ്രിയിൽ. അപ്പോൾ അതിന് പ്രത്യേകം ചെറിയ പാല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാലിൻ്റെ എല്ലാ കണികകളും തണുക്കും. 4 ഡിഗ്രിയിൽ തണുക്കും. അങ്ങനെ 4 ഡിഗ്രിയിൽ തണുപ്പിക്കുന്ന പാല് ഞങ്ങൾ അതേപടി അങ്ങനെ തന്നെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനാണ്. ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീനിലേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് 500 ml പാക്ക് ചെയ്ത് വരും. പാക്ക് ചെയ്ത് തന്നെ പാല് വീണ്ടും ഞങ്ങൾ അവിടെ ഒരു ഫ്രീസറുണ്ട്, അതും 4 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തേക്കണതാണ്. അതിനകത്ത് സ്റ്റോക്ക് ചെയ്യും. അത് സ്റ്റോക്ക് ചെയ്തതിന് അവിടെ നിന്ന് പാല് ഏകദേശം ഒരു 12 കിലോമീറ്ററിൻ്റെ ഇവിടേക്ക് വരാനായിട്ട് അത് ഒരു വണ്ടിയുടെ ഇന്നർ കൂളിംഗ് അല്ല, പക്ഷേ അതിനകത്ത് ചൂട് നഷ്ടപ്പെടില്ല. ഇന്നർ ഡബിൾ ഷീറ്റ് അടിച്ച് ചെയ്യുക. വണ്ടിയുടെ ഇന്നർ ഇൻസുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വണ്ടിയിൽ 15 മിനിറ്റ് കൊണ്ട് പാല് ഇവിടെ എത്തും. 15 മിനിറ്റ് കൂടെ എത്തിക്കഴിഞ്ഞാൽ ആ പാല് വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ കൂളറും 4 ഡിഗ്രിയിൽ സെറ്റ് ചെയ്തേക്കണതാണ്. അതിനകത്ത് വയ്ക്കും. അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വരുന്നവർക്ക് 24 അവേഴ്സും ഈ പാല് അവർക്ക് എടുക്കാം. പാലിൻ്റെ പൈസ കൊടുക്കുന്നത് ഒന്നെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ QR കോഡിൽ സ്കാൻ ചെയ്താൽ, അല്ലെങ്കിൽ അത്യാവശ്യം ഇതൊന്നും ഇല്ലാത്തവർക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ ഒരു ക്യാഷ് ബോക്സ് വെച്ചിട്ട് അതിനകത്ത് ക്യാഷ് ഇട്ട് എടുത്തിട്ട് പോകും. പാല് ക്യാഷ് ഇട്ടാൽ മാത്രമേ പാല് കിട്ടുമെന്നുള്ള ഒരു നടപടിക്രമം ഇവിടെ ഇല്ല. നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാല് ഇവിടെ നിന്ന് എടുക്കാം, പൈസ അവിടെ ഇട്ടിട്ട് പോകാം. ഇതേവരെ ഞാൻ ഇവിടുത്തെ വൈകിട്ട് ടോട്ടൽ അക്കൗണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ 2-3 പാല് പാക്കറ്റിൻ്റെയൊക്കെ ഡിഫറൻസ് വരുന്നല്ല, അതിൽ കൂടുതൽ വന്നിട്ടില്ല. ഏതായാലും തുടങ്ങിയിട്ട് ഏകദേശം 2 മാസമായി. 2 മാസമായി കഴിഞ്ഞിട്ട് ഞാനൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ചെയ്യുന്നത്. ആ വിശ്വാസത്തിൻ്റെ പുറത്ത് വിശ്വാസത്തിൻ്റെ ഇതുവരെ കോട്ടം തട്ടിയിട്ടില്ല. എനിക്ക് മനസ്സിലാകുന്നതിൽ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ഇവിടെ ചില്ലറയില്ലാതെ വന്നു കഴിയുമ്പോൾ ഞാൻ ഉള്ള സമയത്ത് വരാറുണ്ട്. ചിലപ്പോൾ അവർ പറയും 50-ൻ്റെ നോട്ടാണ്, 2 പാക്കറ്റ് പാലെടുത്ത് കഴിയുമ്പോൾ 60 ചില്ലറയില്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്തോ 50 ഇട്ടിട്ട് പോയിക്കോ, ബാക്കി 10 രൂപ അടുത്ത ദിവസം വരുമ്പോൾ ഇട്ടായെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അങ്ങേറ്റം നിർബന്ധം. അല്ല, അത് ചേട്ടൻ ഞങ്ങളെ ഇത്രയും വിശ്വസിച്ചോടെ വെച്ചെങ്കിൽ മുമ്പ് ഞങ്ങൾ ഇടാതെ പോകുന്നത് ശരിയല്ലോ എന്ന് പറഞ്ഞാൽ അവർ പുറത്ത് പോയി ചില്ലറ മാറിക്കൊണ്ടൊന്ന് ഇട്ടിട്ട് പോണത് അത്രയ്ക്ക്. അപ്പം നമ്മൾ ഒരാളെ അധികം വിശ്വസിച്ച് കഴിഞ്ഞാൽ
ആ വിശ്വാസം കാത്ത് സൂക്ഷിക്കാൻ ഈ വരുന്നവരും നിർബന്ധിതമായി തീരാണ് ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മുടെ നാട്ടിൽ നമ്മുടെ അങ്കമാലിൽ ഇത്രയും നാട്ടുകാരെയും അല്ലെങ്കിൽ ഇതിൽ പോണ യാത്രക്കാരെയൊക്കെ വിശ്വസിച്ചിട്ട് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയ ചേട്ടൻ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. സ്ഥാപനം വിജയത്തിലേക്ക് എത്തട്ടെ. നമ്മളും ഇതിൽ പങ്കാളിയാവും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ഇനി ഈ ഷോപ്പിലേക്കുള്ള കറക്റ്റ് വഴി ഞാൻ കാണിച്ചു തരാം. അങ്കമാലി ടൗൺ സിഗ്നലാണ് നമ്മളിപ്പോൾ കവർ ചെയ്തത്. നമ്മൾ പോകുന്നത് ആലുവ ഡയറക്ഷനിലേക്കാണ്. അങ്കമാലി ടൗൺ സിഗ്നലൊക്കെ കവർ ചെയ്ത് കുറച്ച് വരുമ്പോൾ ലെഫ്റ്റിലൊരു HP പമ്പൊക്കെ ഉണ്ട്. പമ്പൊക്കെ കവർ ചെയ്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു സ്കൂൾ കാണാം, സെൻറ്റ് ജോസഫ് ഹൈ സ്കൂൾ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു സൂര്യ ബാർ ഹോട്ടലുണ്ട്. സൂര്യ ബാർ ഹോട്ടൽ ഈ ഇടതുവശത്ത് കാണുന്നത്. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി വരുമ്പോൾ നമ്മൾ U-ടേൺ അടിക്കണം. U-ടേൺ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഫയർ സ്റ്റേഷൻ കാണാൻ പറ്റും, അങ്കമാലി ഫയർ സ്റ്റേഷൻ. ഈ അങ്കമാലി ഫയർ സ്റ്റേഷൻ നമ്മൾ U-ടേൺ അടിച്ചതിന് ശേഷം ഓവർബ്രിഡ്ജിൻ്റെ മുകളിലേക്കൂടെ കയറി ആ ഓവർബ്രിഡ്ജ് തീരിനോട് തന്നെ ലെഫ്റ്റിൽ ആദ്യത്തെ കടയാണ് നമ്മളിപ്പോൾ നേരത്തെ കണ്ട കട. എനിക്ക് തോന്നുന്നു അങ്കമാലിക്കാർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചില സമയത്തൊക്കെ രാത്രി ആയിരിക്കും ആലോചിക്കണം, ഈ പാലും അങ്ങ് മറന്നുപോയില്ലോ എന്ന്. അപ്പോൾ ഒട്ടും പേടിക്കണ്ട, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.